കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട 10ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിലെ ജോഗ്രഫിയിലെ 2ാമത്തെ പാഠഭാഗം, അതിലെ 3ാമത്തെ ക്ലാസ്സാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അപ്പോൾ ഈ ക്ലാസ് കാണുക. അതുകൂടാതെ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്ത 2 ക്ലാസ്സുകൾ കൂടി യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അതുകൂടി കാണണം. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലേക്ക് കടക്കാം. എന്താണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല? ഇപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്, നോക്കൂ, നമ്മുടെ ഭൂപടം എടുത്താൽ ആ ഭൂപടത്തിൽ നിങ്ങൾക്ക് മെഡിറ്ററേനിയൻ കടൽ കാണാം. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പൊക്കെ 3 വൻകരകളാലും ചുറ്റപ്പെട്ട യൂറോപ്പും ആഫ്രിക്കയും അമേരിക്കയിലുമായും ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത്. ആ പ്രദേശം ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് അറിയപ്പെടുന്നത്. അതായത് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, അമേരിക്കയിലെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവയാൽ ചുറ്റപ്പെട്ട ഉൾക്കടലാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ആ മെഡിറ്ററേനിയൻ കടലിനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ. മെഡിറ്ററേനിയൻ കടൽ ഏതാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ആ മെഡിറ്ററേനിയൻ കടലിനാൽ അത് യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയും വൻകരയാൽ ചുറ്റപ്പെട്ട ഒരു കടലാണ് ആ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. അവിടെ നീല നിറത്തിൽ കാണപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ക്ലിയർ? ആ മെഡിറ്ററേനിയൻ കടൽ യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയുമായി ചുറ്റപ്പെട്ട പ്രദേശമാണ്. ആ യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയുമായി ചുറ്റപ്പെട്ട പ്രദേശത്ത് കാണപ്പെടുന്ന എന്താണ്? കാലാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ആ കാലാവസ്ഥയെയാണ് നമ്മൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് കാണപ്പെടുന്നത്. അപ്പോൾ വരുന്ന പ്രദേശങ്ങളൊക്കെ അവിടെ പച്ച മാർക്കിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, കണ്ടു, ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെയുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ ഏതെല്ലാം പ്രദേശങ്ങളിലുണ്ട്. യൂറോപ്പിൻ്റെ ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഈ തെക്കേ അമേരിക്കയുടെയും വടക്കേ അമേരിക്കയുടെയും ഭാഗത്തൊക്കെ തന്നെ എവിടെയാണ്? മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ആഫ്രിക്കയുടെ ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലകളാണ്. ഇപ്പോൾ തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയുടെ ഭാഗങ്ങളിലൊക്കെ തന്നെ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലകളുണ്ട്. ആ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പിന്നെ 1-2 കാലാവസ്ഥാ മേഖലകളെക്കുറിച്ച് കൂടി പഠിക്കാം. അപ്പോൾ വരണ്ട വേനൽക്കാലവും അതുപോലെ തന്നെ ആർദ്ര ശൈത്യവും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. വരണ്ട വേനൽക്കാലം, ആർദ്ര ശൈത്യകാലവും. ഇവിടെ നോക്കൂ, ഇതുവരെയുള്ളതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒന്നാണ്. നമ്മൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നമുക്ക് ആർദ്രമായ വേനൽക്കാലവും വരണ്ട ശൈത്യകാലവുമാണ്. ഓർമ്മയുണ്ടോ? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥാ മേഖലകളിൽ നമ്മൾ 3 ഭാഗങ്ങളെ പഠിച്ചു. ഉഷ്ണമേഖലാ കാലാവസ്ഥാ മേഖലകളിൽ നമ്മൾ പഠിച്ച 3 ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, മൺസൂൺ കാലാവസ്ഥാ മേഖല. അവിടെ ദൈർഘ്യമേറിയ ആർദ്രമായ വേനൽക്കാലവും ദൈർഘ്യം കുറഞ്ഞ വരണ്ട ശൈത്യകാലവുമാണ് അവിടെ ഉള്ളത്. എന്നാൽ നമുക്കറിയാം, നമ്മൾ ഇത് കഴിഞ്ഞു പോകുമ്പോൾ സാവന്നയിലും അവിടെ നമ്മൾ വരണ്ട വേനൽക്കാലത്തെ തന്നെയാണ് കാണുന്നത്. മരുഭൂമിയിൽ പിന്നെ വരണ്ട കാലമാണ്. മരുഭൂമിയിൽ വരണ്ട കാലം ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഉഷ്ണമേഖലാ മരുഭൂമികളിൽ വരണ്ട കാലം ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾക്കറിയാം. എന്താണ്? വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് അതിൻ്റെ പടിഞ്ഞാറൻ തീരത്തെത്തുമ്പോൾ അത് എന്തായി മാറുന്നു? വരണ്ടതായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് വൻകരകളുടെ പടിഞ്ഞാറൻ തീരത്ത് മരുഭൂമികൾ കാണപ്പെടുന്നത്. അവിടെ മാത്രമാണ് നമ്മൾ വരണ്ട കാറ്റുകൾ കാണപ്പെടുന്നത് അല്ലേ? പക്ഷെ ഇവിടെ തീർത്തും വ്യത്യസ്തമായി വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവുമാണ് അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ഇവിടുത്തെ താപനില. അത് സാവന്ന കാടുകൾ നമുക്കറിയാം. സാവന്ന പുൽമേടുകളിൽ 21 ഡിഗ്രി മുതൽ 32 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ്. ഇത് മരുഭൂമിയിലാവുമ്പോൾ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലാണ്. ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 16 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ഉയർന്ന താപനില. ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ശൈത്യകാലമിഴ ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനമാണ്. അപ്പോൾ ഇവിടെ ശീതകാല വിളകളുണ്ട്, കാരണം അവിടെ ശൈത്യകാലത്ത് മഴയുണ്ട്.
അതേസമയം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് മഴയില്ല, കാരണം അവിടെ വരണ്ട കാറ്റാണ് അപ്പോൾ അവിടെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെഡിറ്ററേനിയൻ മേഖലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് പോകാം. ഇപ്പം മെഡിറ്ററേനിയൻ മേഖല എന്ന് പറയുന്നത് എന്താണ്? മെഡിറ്ററേനിയൻ മേഖല എവിടെയാണ്? മെഡിറ്ററേനിയൻ കടൽ സ്ഥിതി ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മെഡിറ്ററേനിയൻ കടൽ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളാൽ ചുറ്റപ്പെട്ട ഉൾക്കടലാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ഇതൊരു ഉൾക്കടലാണ് മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത് ഒരു ഉൾക്കടലാണ്. ആരൊക്കെയാണ് ഈ ഉൾക്കടലിൽ ചുറ്റപ്പെട്ടിട്ടുള്ളത്? ഏതെല്ലാം മേഖലകളാണ് ഈ ഉൾക്കടലാൽ ചുറ്റപ്പെട്ടിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ അവിടെ ഈ ഉൾക്കടലാൽ ചുറ്റപ്പെട്ടുള്ളത് ആഫ്രിക്ക, ഏഷ്യ, അതുപോലെ തന്നെ യൂറോപ്പാണ്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, ഇതിനാൽ ചുറ്റപ്പെട്ട ഉൾക്കടലാണ് എന്തെന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ കടൽ എന്നറിയപ്പെടുന്നത്. ഇവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലകളിൽ വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവുമാണ്. അവിടെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ ഏതാണ്? വരണ്ട വേനൽക്കാലം, ആർദ്രമായ ശൈത്യകാലം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ, ഇത് മൺസൂൺ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെടുമ്പോൾ ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ വരണ്ട ശൈത്യകാലവും, അത് ദൈർഘ്യം കുറഞ്ഞതാണ്, വരണ്ട ശൈത്യകാലവും ആർദ്രമായ വേനൽക്കാലവുമാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ഇത് ഉഷ്ണമേഖലാ പ്രദേശത്ത് ഉണ്ടാവുന്നതാണ്. ഉഷ്ണമേഖലാ പ്രദേശത്തും ഇത് നമുക്കറിയാം. ഉഷ്ണമേഖലാ പ്രദേശത്ത് എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് നമുക്കറിയാം. അവിടെ സംവഹന മഴയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവിടെ അങ്ങനെ ആർദ്രമായ ചൂടുണ്ടെങ്കിലും അതിൽ ആർദ്രമാണ്. അതിനാണ് സംവഹന മഴയൊക്കെ ഉണ്ടാകുന്നത്, 4 മണി മഴയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ മൺസൂൺ പ്രദേശത്ത് മെഡിറ്ററേനിയൻ പ്രദേശത്ത് വരണ്ട വേനൽക്കാലവും ആർദ്രമായ ശൈത്യകാലവുമാണ് എന്ന് ഓർത്തിരിക്കണം. ആർദ്രമായ ശൈത്യകാലവുമാണ്. ഇനി ഇവിടെ വേനൽക്കാലത്ത് ഏതാണ്? 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് ചൂട്. ഇവിടെ വേനൽക്കാലത്ത് അവിടുത്തെ ചൂട് എന്ന് പറയുന്നത് 20 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് വേനൽക്കാലം. ശൈത്യകാലത്തോ? പേനൊന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ശൈത്യകാലത്ത് എന്താണ് സ്ഥിതി? ശൈത്യകാലത്ത് ഇത് 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെയാണ്. ശൈത്യകാലത്ത് ശൈത്യകാലത്ത് അത്രയും ചൂടില്ല കേട്ടോ. ശൈത്യകാലത്ത് അവിടെ 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇങ്ങനെ രണ്ടെണ്ണം അനുഭവപ്പെടുന്നുണ്ട്. 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇത് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, സാവന്നയിൽ അത് 21 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. അതേസമയം ഇത് മരുഭൂമിയിലാണെങ്കിൽ അത് അവിടെ ശരാശരി ചൂട് എന്ന് പറയുന്നത് 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഇവിടെ വേനൽക്കാലത്ത് 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെയും ശൈത്യകാലത്ത് 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി വരെയുമാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ചൂട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കുക.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ മഴയാണ്. ഈ മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മഴയ്ക്ക് ശൈത്യകാലത്ത് ഇവിടെ മഴ ലഭിക്കും. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശൈത്യകാലത്ത് ഇവിടെ മഴ ലഭിക്കും. കാരണം ശൈത്യകാലം എന്ന് പറഞ്ഞാൽ ആർദ്രമായ ശൈത്യകാലമാണ്. ആർദ്രം എന്ന് പറഞ്ഞാൽ ജലാംശമുണ്ട്. ആ ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെയാണ് മഴ എന്ന് പറയുന്നത്. മഴ എന്ന് പറയുന്നത് ഏതാണ്? മഴ അവിടെ പെയ്യുന്നത്, മഴ എന്ന് പറയുന്നത് എത്രയാണ്? ചില്ലറ മഴയല്ല, അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്നുണ്ട്. എത്രയാണ് മഴ ലഭിക്കുന്നത്? മഴ ലഭിക്കുന്നത് ശൈത്യകാലത്താണ് എന്നോർക്കുക. 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ അവിടെ മഴ ലഭിക്കും. 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കും. ഇത് ശൈത്യകാലത്താണ് ഈ മഴ ലഭിക്കുന്നത്. എന്നാൽ നമുക്കറിയാം മൺസൂൺ കാലാവസ്ഥാ മേഖലയിലെ ശരാശരി മഴ എന്ന് പറയുന്നത് 50 മുതൽ 1000 വരെയാണ്. 50 സെൻറ്റിമീറ്റർ മുതൽ വാർഷിക വർഷാനുപാതം എന്ന് പറയുന്നത് 50 മുതൽ 1000 സെൻറ്റിമീറ്റർ വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ്, എവിടെ മൺസൂൺ കാലാവസ്ഥ മാറി സാവന്ന കാലാവസ്ഥാ മേഖലയിൽ എത്രയാണ്? ഒന്ന് കമന്റ് ചെയ്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇതിനെ കമ്പയർ ചെയ്ത് പഠിച്ചു പോകണം. കമ്പയർ ചെയ്ത് പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് കിട്ടുക. സാവന്ന കാലാവസ്ഥാ മേഖലയിൽ ഇപ്പം തന്നെ കമന്റ് ചെയ്യൂ, നിങ്ങൾ എത്രയാണ് സാവന്ന കാലാവസ്ഥാ മേഖലയിലെ മഴ എന്ന് പറയുന്നത്? ഉഷ്ണമരുഭൂമിയിൽ നമുക്കറിയാം മഴ കുറവാണ് അല്ലേ? പൊതുവായി അവിടെ എന്ത് കുറവാണ്? മഴ കുറവാണ്. വർഷങ്ങളോളം മഴ ഉണ്ടായിരിക്കില്ല. അവിടെ എത്രയാണ്? 25 മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ് അവിടുത്തെ മഴ എന്ന് പറയുന്നത്. എവിടെ? സാവന്നയിലെ മഴ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ മുതൽ എത്ര സെൻറ്റിമീറ്റർ വരെയാണ്? 25 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെയാണ് സാവന്നയിലെ മഴ എന്ന് പറയുന്നത്. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം? ഇങ്ങനെയാണ് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്. 25 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കും സാവന്നയിൽ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടി. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടി. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? മെഡിറ്ററേനിയൻ കടൽ ഉൾക്കടലാണ്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പിനാൽ ചുറ്റപ്പെട്ട ഉൾക്കടലാണ്. അവിടെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. വരണ്ട വേനൽക്കാലവും ആർദ്രമായ ശൈത്യകാലവുമാണ്. എന്നാൽ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ദീർഘമായ വരണ്ട ശൈത്യകാലവും ദീർഘമായ ആർദ്രമായ വേനൽക്കാലവും വരണ്ട ശൈത്യകാലവുമാണ്. വേനൽക്കാലത്ത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയും ശൈത്യകാലത്ത് 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ്. പൊതുവെ തണുപ്പാണ്. സാവന്നയിൽ 21 മുതൽ 32 വരെയും മരുഭൂമിയിൽ 32 ഡിഗ്രി സെൻറ്റിഗ്രേഡുമാണ്. ഇവിടുത്തെ മഴ എന്ന് പറയുന്നത് ശൈത്യകാലത്താണ്. അത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ അത് 50 സെൻറ്റിമീറ്റർ മുതൽ 1000 സെൻറ്റിമീറ്റർ വരെയാണ് വാർഷിക വർഷാനുപാതം. സാവന്നയിൽ 25 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെയുമാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലും ഈ കാലാവസ്ഥ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പം മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് എവിടെയൊക്കെയാണ്? മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റു ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല, മെഡിറ്ററേനിയൻ കടൽ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലും ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അതോർക്കുക. അപ്പം മെഡിറ്ററേനിയൻ കടലിന് ചുറ്റും, അത് കൂടാതെ എവിടെയും അനുഭവപ്പെടുന്നുണ്ട്. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമല്ലാതെ മറ്റൊരു ഭാഗത്തു കൂടി അനുഭവപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് എവിടെയാണ്? 35 ഡിഗ്രി അക്ഷാംശം മുതൽ ഏതുവരെ? 45 ഡിഗ്രി അക്ഷാംശം വരെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. 35 ഡിഗ്രി അക്ഷാംശം മുതൽ 45 ഡിഗ്രി അക്ഷാംശം വരെ. ഏത് അക്ഷാംശം മുതൽ ഏത് അക്ഷാംശം വരെ? 35 ഡിഗ്രി അക്ഷാംശം മുതൽ 45 ഡിഗ്രി അക്ഷാംശം വരെ. 30 ഡിഗ്രി അക്ഷാംശം മുതൽ 40 ഡിഗ്രി അക്ഷാംശം വരെ. എന്നാൽ നമുക്കറിയാം, ഭൂമധ്യരേഖ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയുടെ ചുറ്റും തെക്കും വടക്കുമായി 10 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ്.
10 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ്. എന്നാൽ നമുക്ക് അറിയാം അത് എവിടേക്ക് വരുമ്പോൾ, സാവന്നയിലേക്ക് വരുമ്പോൾ അത് 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിൽ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ഇത് നമ്മൾ പഠിച്ചു. അത് വേണമെങ്കിൽ മൺസൂൺ കാലാവസ്ഥയൊക്കെ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പോവേണ്ടത് ഇവിടെ ഏതാണ്? ഇവിടെ നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ടത് ഈ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ പശ്ചിമവാദങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശീതകാല കൃഷി ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ മഴ ലഭിക്കാൻ, ശൈത്യകാലത്ത് മഴ ലഭിക്കാൻ കാരണമാകുന്നത് ഏതാണ്? പശ്ചിമവാദങ്ങളാണ് എന്നുകൂടി ഓർത്തിരിക്കണം. അവിടെ മഴ ലഭിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? പശ്ചിമവാദങ്ങളാണ്. ഇവിടെ മഴ ലഭിക്കാനുള്ള കാരണം പശ്ചിമവാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശീതകാല കൃഷി നടക്കുന്നുണ്ട്. ഈ മെഡിറ്ററേനിയൻ പ്രദേശത്ത് ശീതകാല കൃഷി വളരെ പ്രധാനമാണ്. പശ്ചിമവാദങ്ങളാണ് ഈ മഴ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിലില്ല. ഈ മേഖലയിൽ എന്തില്ല? നിബിഡ വനങ്ങളില്ല. ഓർക്കുക, നിബിഡ വനങ്ങളുള്ള പ്രദേശങ്ങൾ അപ്പോൾ ഏതെല്ലാമാണ്? നിബിഡ വനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രധാനമായും എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിബിഡ വനങ്ങൾ കാണാനുള്ള കാരണം നിങ്ങൾ പഠിച്ചു. അവിടെ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയുണ്ട്. അതുപോലെ തന്നെ വർഷം മുഴുവൻ അവിടെ ലംബമായി സൂര്യരശ്മികൾ പതിക്കുന്നു. അതുകൊണ്ട് അവിടെ നിത്യഹരിത വനങ്ങളുണ്ട്. എന്നാൽ മൺസൂൺ കാടുകൾ ഏതാണ്? മൺസൂൺ കാടുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. മൺസൂൺ കാടുകൾ എന്ന് പറയുന്നത് ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇവിടെയും നമുക്കറിയാം നിത്യഹരിത വൃക്ഷങ്ങളുണ്ട്. എവിടെ? മൺസൂൺ കാടുകളിൽ. പക്ഷെ അവിടെ കാണുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. എന്നാൽ സാവന്നയിൽ നമുക്കറിയാം അല്ലേ, അവിടെ ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന എന്ന് പറയുന്നത്. ഇനി മിതോഷ്ണ മേഖല പുൽമേടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഉഷ്ണമേഖല പുൽമേടുകളെയാണ് സാവന്നകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നമുക്ക് വളരെ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഭാഗം ഏതാണ്? ഇവിടെ മെഡിറ്ററേനിയനിൽ നിബിഡമായ വനങ്ങളില്ല. അവിടെ എന്തില്ല? നിബിഡമായ വനമില്ല. അപ്പോൾ നോക്കൂ, ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ വരികയാണ്. നിബിഡമായ വനങ്ങളില്ല. സർക്കാർ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലോകമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പുറപ്പെടാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ആയിരിക്കും. ഇപ്പോഴാണെങ്കിൽ ടൂറിസമൊക്കെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് നടത്താൻ പറ്റാവുന്ന കാലമാണ്. പലരും ഇപ്പം ഞാൻ ചൈത്രൻ്റെ വീഡിയോ കാണാറുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ലോകത്തിൻ്റെ പല മേഖലകളിലൂടെയും അയാൾ എന്താ പറയുക, കെട്ടുപൊട്ടിയ പട്ടം പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണാം. പരീക്ഷയ്ക്ക് എന്തിനു വേണ്ടി PSC എന്ന് എഴുതുമ്പോൾ അങ്ങനെ സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തെല്ലാം തരത്തിലുള്ള സസ്യപ്രകൃതി ജാലമാണ് ഇവിടെ കാണുന്നത്. ഇത് മാത്രമല്ലല്ലോ, അവിടുത്തെ സസ്യപ്രകൃതി ജാലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്കറിയാം അവിടുത്തെ സസ്യപ്രകൃതി ജാലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവിടെ മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ കാണുന്നില്ല. പക്ഷേ ഈ മേഖലയിൽ ഓക്ക്, സിക്കോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വനങ്ങളും ഫൈൻ ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. സാവന്നയിൽ നമ്മൾ കണ്ടത് ഏതാ? സാവന്നയിൽ നമ്മൾ കണ്ടത് ഉയരം കൂടിയ വൃക്ഷങ്ങളുണ്ട്, ഇലപൊടിയും വൃക്ഷങ്ങളുണ്ട് സാവന്നയിൽ. അതുപോലെ തന്നെ ഉയരം കൂടിയ പുൽവർഗ്ഗങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ പടിഞ്ഞാറൻ അതിരുകളിലേക്ക് പോകുന്തോറും അവിടെ മരുഭൂമിയുടേതിനു സമാനമായ കുറ്റിക്കാടുകളും മുൾച്ചെടികളും കാണപ്പെടും അല്ലേ? മരുഭൂമിയിലാകട്ടെ ഈ കുറ്റിക്കാടുകളും മുൾച്ചെടികളുമാണ് മരുഭൂമിയിൽ ധാരാളമായിട്ട് കാണുന്നത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് അവിടെയും എന്ത് കാണപ്പെടുന്നുണ്ട്? നിത്യഹരിത വൃക്ഷങ്ങൾ കാണപ്പെടുന്നുണ്ട്. നിത്യഹരിത വൃക്ഷങ്ങൾ മെഡിറ്ററേനിയൻ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിൽ നിത്യഹരിത വൃക്ഷങ്ങൾ കാണപ്പെടുന്നുണ്ട്. നിത്യഹരിത വൃക്ഷങ്ങൾ മെഡിറ്ററേനിയൻ മേഖലയിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ
അവിടെ കാണപ്പെടുന്ന നിത്യഹരിത വൃക്ഷങ്ങൾ ഏതെല്ലാമാണ്? അവിടെ കാണപ്പെടുന്ന നിത്യഹരിത വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിബിഡ വനങ്ങളില്ല കേട്ടോ, നിബിഡ വനങ്ങളില്ല, നിത്യഹരിത വൃക്ഷങ്ങളേ ഉള്ളൂ. അവിടുത്തെ നിത്യഹരിത വൃക്ഷങ്ങൾ ഏതെല്ലാമാണ്? ഓക്കും സിഗോയയുമാണ് അവിടുത്തെ നിത്യഹരിത വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഓക്കുണ്ട്, അതുപോലെ തന്നെ സിക്കോയ ഉണ്ട്. സംഭവം ഇതൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ബോറടിക്കണ പോലെ ആവരുത്, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിക്കണം. ഓക്കെ, ഓക്കും സിക്കോയയുമുണ്ട് ഈ നിത്യഹരിത വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ. അതേസമയം നമുക്ക് അവിടെ സാവന്നയിലാണ് നമ്മൾ നോക്കേണ്ടത്. സാവന്നയിൽ ഇതുപോലെ തന്നെ പ്രകൃതിയെ കുറിച്ചിട്ടൊന്ന് നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. സാവന്നയിൽ നമുക്കറിയാം പൊതുവായി കാണപ്പെടുന്നത് ഏതാണ്? ഇലപൊഴിയും വൃക്ഷങ്ങൾ കാണപ്പെടുന്നുണ്ട്, പ്ലസ് അവിടെ കാണപ്പെടുന്നത് ഏതാണ്? ഉയരം കൂടിയ പുൽവർഗ്ഗങ്ങളാണ്. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ വ്യത്യാസപ്പെട്ടു. പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താണ് വ്യത്യാസം? പടിഞ്ഞാറ് ഭാഗത്ത് മരുഭൂമിക്ക് സമാനമായി ഏതാണ്? കുറ്റിക്കാടുകളും മുൾച്ചെടികളുമാണ്. കാരണം ഇവിടെ മഴ കുറവാണ്. മഴ കുറവാകാനുള്ള കാരണം നിങ്ങൾക്കറിയാം, പടിഞ്ഞാറൻ അതിർത്തികളിലാണ് മരുഭൂമി ഉള്ളത് അല്ലേ? അതിന് കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ അതിർത്തികളിലേക്ക് പോകുന്തോറും എന്താണ്? വാണിജ്യവാദങ്ങൾ വൻകരകൾ കുറുകെ കടന്ന് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് പോകുന്തോറും അത് വരണ്ടതായി മാറും. അതുകൊണ്ടാണ് അവിടെ മഴ കുറവായതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ മേഖലകളിൽ കുറ്റിക്കാടുകളും മുൾച്ചെടികളുമാണ്. ഇപ്പം ഇവിടെ നിത്യഹരിത വൃക്ഷങ്ങളുണ്ട്. നിത്യഹരിത വൃക്ഷങ്ങൾ കൂടാതെ അവിടെ കാണപ്പെടുന്നത് സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ്. ഏതെല്ലാമാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്? സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? അവിടെ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് പൈൻ ഫിറുമാണ്. ഏതാണ് അവിടുത്തെ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്? പൈനും ഫിറുമാണ്. പൈൻ, അതുകൂടാതെ ഫിറും അവിടുത്തെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ്. ഓർത്തിരിക്കുക, അവിടുത്തെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് ഏതെല്ലാം എന്ന് പറയുന്നത്? പൈനും ഫിറും അവിടുത്തെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ്. ഇനി നമ്മൾ അവിടെ നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായിട്ടുള്ള ഇടങ്ങളിൽ ധാന്യകൃഷിയും കണ്ടുവരുന്നുണ്ട്. കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിച്ച കൃഷിരീതികളും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളും. ലോകത്തിലെ വൈൻ ഉൽപാദനത്തിൽ മുമ്പിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരക ഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വളരെ പ്രധാനപ്പെട്ടപ്പോൾ നമ്മൾ ഖനനവുമായി ബന്ധപ്പെട്ട് മരുഭൂമിയിലെ വിവിധ പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ വ്യത്യസ്തമായ വിളകൾ, നാണ്യവിളകൾ വരുന്ന ചില പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ നാണ്യവിളകൾ വരുന്ന ഇതൊക്കെ തന്നെ ഇതിനോടൊപ്പം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുമ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിലെ സസ്യ പ്രകൃതിജാലവുമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവിടെ നിത്യഹരിത വനങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്തൂപികാഗ്ര വൃക്ഷങ്ങളുമുണ്ട് അല്ലേ? അവിടെ നിത്യഹരിത വനങ്ങളുമുണ്ട്, സ്തൂപികാഗ്ര വൃക്ഷങ്ങളുമുണ്ട്. ഏതെല്ലാമാണ് നിത്യഹരിത വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്? ഓക്കും സിഗോയയും. അവിടെ നിത്യഹരിത കാടുകളില്ല, നിബിഡ വനങ്ങളില്ല. സ്തൂപികാഗ്ര വൃക്ഷങ്ങളുണ്ട്, വർഷങ്ങളല്ല വൃക്ഷങ്ങളാണ് പൈനും ഫിറും. ഇത് കൂടാതെ അവിടെ കാണുന്ന മറ്റൊരു ഭാഗമാണ് പഴങ്ങളും പച്ചക്കറികളും. അവിടെയുള്ളതാണ് പഴങ്ങളും പച്ചക്കറികളും, അതുപോലെ തന്നെ ധാന്യവർഗ്ഗങ്ങളും സാധ്യമായ ഇടയിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനമായും അവിടെ കാണുന്ന മറ്റൊന്നാണ് പഴങ്ങൾ, പച്ചക്കറികൾ. പഴങ്ങളും പച്ചക്കറികളും കൂടാതെ സാധ്യമായ ഇടങ്ങളിൽ ധാന്യവർഗ്ഗങ്ങളുമുണ്ട്. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് വികസിപ്പിച്ച സാഹചര്യങ്ങൾ, കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ഇതിനെ പ്രാധാന്യമാക്കി മാറ്റുന്നത്. ലോകത്തിലെ വൈൻ ഉൽപാദനത്തിൽ മുന്നിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. പഴങ്ങൾ ധാരാളമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വൈൻ ഉൽപാദനത്തിൽ ലോകത്തിൽ മുന്നിലുള്ളത് ആരാണ്? വൈൻ ഉൽപാദനത്തിൽ മുന്നിലാണ്.
മാത്രമല്ല നാരകഫലങ്ങൾ, ആ നാരകഫലങ്ങളുടെ 70% ആ നാരകഫലങ്ങളുടെ 70% എവിടെയാണ്? കയറ്റുമതിയുടെ 70% ഇവിടെയാണ്. നാരകഫലങ്ങൾ അതിൻ്റെ 70% കയറ്റുമതി, 70% കയറ്റുമതിയും എവിടെ നിന്നാണ്? ഈ മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്നാണ്. 70% എവിടെ നിന്നാണ്? മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്നാണ്. ഇതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ഉഷ്ണ മേഖലയിലേതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം വളരെ കുറവാണ് കേട്ടോ. ഉഷ്ണമേഖലയിലേതുപോലെ തന്നെയാണ് മിതോഷ്ണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം വളരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. മിതോഷ്ണ പുൽമേടുകൾ എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്തെല്ലാം ഉണ്ട്. അവിടെ നിബിഡമായ വനങ്ങളില്ല, എന്നാൽ സ്തൂപികാഗ്ര വൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ നിത്യഹരിത വനങ്ങളുണ്ട്. ഇത് നമ്മൾ പഠിച്ചു. ഇതുപോലെ നമ്മൾ ഭൂമിശാസ്ത്രപരമായി നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ വൈൻ ഉൽപാദനത്തിൽ മുന്നിലാണ്. 70%-ഓളമുള്ള നാരകഫലങ്ങളുടെ കയറ്റുമതിയും മെഡിറ്ററേനിയൻ പ്രദേശത്താണ് എന്ന് ഓർക്കുമ്പോൾ ഇതുപോലെ മറ്റൊരു സാധ്യതയെ നമ്മൾ ഓർക്കേണ്ടത് എവിടെയാണ്? അത് ഉഷ്ണമേഖലാ മരുഭൂമികളിൽ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ ധാതുക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കണം. ഉഷ്ണമേഖലാ മരുഭൂമികൾ അവിടെ ധാതു സമ്പന്നമാണ് അല്ലെ, അതും വിലയേറിയ ധാതുക്കളാൽ സമ്പന്നമാണ്. അതിൽ നിങ്ങൾക്കറിയാം സഹാറ അതുപോലെ തന്നെ അറേബ്യൻ മരുഭൂമികളിൽ എന്തുണ്ട്? പെട്രോളിയം ഉണ്ട്. അറേബ്യൻ മരുഭൂമികളിൽ പെട്രോളിയം ഉണ്ട്. അതൊരു ഖനനം ചെയ്തെടുക്കുന്ന, അവരെ സമ്പന്നമാക്കുന്ന ഒന്നാണ്. സഹാറയിലെയും അറേബ്യയിലെയും എന്തെന്ന് പറയുന്നത്? പെട്രോളിയം എന്ന് പറയുന്നത്. മറ്റൊന്ന് ആസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനനമാണ്. ആസ്ട്രേലിയയിൽ സ്വർണ്ണ ഖനനമുണ്ട്. ആസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സ്വർണ്ണ ഖനനമുണ്ട്. അറ്റക്കാമ മരുഭൂമിയിൽ ചെമ്പുമുണ്ട്. നമ്മൾ അവിടെ അറ്റക്കാമ മരുഭൂമിയിൽ ചെമ്പുമുണ്ട്. അത് ഉഷ്ണമേഖല മരുഭൂമിയുടെ പ്രത്യേകതയാണ്. ചെമ്പുമുണ്ട്. ഇനി മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത് അതേതാണ്? മറ്റൊന്ന് നമുക്കറിയാം. മറ്റൊരു മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ യൂറോപ്യന്മാരുടെ കോളനിവൽക്കരണം കണ്ടു. ആ യൂറോപ്യന്മാരുടെ കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ചില പ്രത്യേകതകൾ ഉണ്ടായതായിട്ട് പഠിച്ചു. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലേ? ഉഷ്ണമേഖല പുൽമേടുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മളവിടെ ചില കാര്യങ്ങൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ കാടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ചില പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. അവിടെ അതിതീവ്ര ഉപജീവന കൃഷിയും അതുപോലെ തന്നെ സ്ഥാനമാറ്റ കൃഷിയുമാണ് അവിടുത്തെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അല്ലേ. അതുപോലെ നമ്മൾ സാവന്നയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എന്താണ്? താരതമ്യേന വളക്കൂറുള്ള മണ്ണാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത കുറവാണെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ വിഭാഗമായ മസായികൾ ഇടയജീവിതമാണ് നയിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി കൂടാതെ അവിടെ യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്തതായിട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സാവന്നയിലെ നാണ്യവിളകൾ, അതിലെ നാണ്യവിളകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ നാണ്യവിളകളിൽ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്? സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി. ഓക്കെ, സുഡാനിലെ പരുത്തി കൃഷിയും ബ്രസീലിലെ കാപ്പി കൃഷിയും നമ്മൾ പഠിച്ചു. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. സുഡാനിലെ പരുത്തി കൃഷി, അതുപോലെ തന്നെ ബ്രസീലിലെ കാപ്പി കൃഷി. ഞാൻ നേരത്തെ മുഴുവൻ എനിക്ക് തോന്നുന്നത് ഞാൻ തേയില കൃഷി എന്നാണ് പറഞ്ഞിരുന്നത്. അതൊന്ന് തെറ്റിതിരുത്തുക. ബ്രസീലിൽ കാപ്പി കൃഷിയാണ് കേട്ടോ. ബ്രസീലിലെ കാപ്പി കൃഷി. അപ്പോൾ ഇതാണ് ആ ഭാഗത്ത് നമ്മൾ കൃത്യമായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉഷ്ണമേഖല അല്ലേ. ഉഷ്ണമേഖല നമുക്കറിയാം പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോട് അടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് മരുഭൂമി സസ്യജാലങ്ങൾ കാണപ്പെടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എവിടെ പഠിച്ചു? ഉഷ്ണമേഖല പുൽമേടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നീട് ഉഷ്ണമേഖല പുൽമേടുകളുടെ തുടർച്ചയായി ഉഷ്ണമേഖല മരുഭൂമികളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഉഷ്ണമേഖലയിലേതുപോലെ മിതോഷ്ണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളാണ് മിതോഷ്ണ പുൽമേടുകൾ. അപ്പം മിതോഷ്ണ പുൽമേടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എന്തിനെക്കുറിച്ച് നമ്മുടെ മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള പ്രധാന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചതിലൂടെ ഒന്ന് കടന്നു പോകാം. അവിടെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവയിൽ ചുറ്റപ്പെട്ട ഉൾക്കടലാണ് മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ. ഈ മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾക്ക് പുറമേ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലെ മറ്റു ചില പ്രദേശങ്ങളിലും ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെയെല്ലാം ചേർത്താണ് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവുമാണ്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ചൂട്. ശൈത്യകാലത്ത് അത് 10 മുതൽ 16 വരെയാണ്. ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. പശ്ചിമവാദങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശീതകാല കൃഷി ധാരാളമായിട്ടുണ്ട്. മഴയുടെ അളവ് കുറവായതിനാൽ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല. ഓക്ക്, സിക്കോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നു. പഴവർഗ്ഗങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്. സാധ്യമായ ഇടങ്ങളിൽ ധാന്യവിളകളും കൃഷി ചെയ്തു വരുന്നു. ലോകത്തിൽ വൈൻ ഉൽപ്പാദനത്തിൽ മുൻപുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരകഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇനി നമുക്ക് മിതോഷ്ണ പുൽമേടുകളിലേക്ക് കടക്കാം. മിതോഷ്ണ പുൽമേടുകൾ എന്നറിയപ്പെടുന്നത് അല്ലെ, മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്നത് മിതോഷ്ണ മേഖലയിലെ ഉൾക്കാടുകളിൽ എന്ത് കുറവാണ്, ഉൾപ്രദേശങ്ങളിൽ മഴ കുറവായതിനാൽ തന്നെ, സമുദ്ര സ്വാധീനം തീരെ കുറവായതിനാൽ തന്നെ വൃക്ഷരഹിതമായ പുൽമേടുകളുണ്ട്. അവിടെ 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. ഇവ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ പുൽമേടുകൾക്ക് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മിതോഷ്ണ പുൽമേടുകൾ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഏത് മുതൽ ഏത് ഡിഗ്രി വരെയാണ് മിതോഷ്ണ പുൽമേടുകൾ കാണപ്പെടുന്നത്? മിതോഷ്ണ പുൽമേടുകൾ കാണപ്പെടുന്നത്, മറക്കണ്ട, മിതോഷ്ണ പുൽമേടുകൾ കാണപ്പെടുന്നത് 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെയാണ്. എത്ര ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെയാണ്? 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെയാണ്. അതേസമയം ഭൂമധ്യരേഖ കാലാവസ്ഥ ഓർക്കണം, ഭൂമധ്യരേഖ കാലാവസ്ഥ അറിയപ്പെടുന്നത് എവിടു മുതൽ ഏതുവരെയാണ്? തെക്കും വടക്കും അല്ലെ, ഭൂമധ്യരേഖയുടെ തെക്കും വടക്കും 10 ഡിഗ്രി അക്ഷാംശത്തിലാണ്. തെക്കും വടക്കുമായിട്ട് 10 ഡിഗ്രി അക്ഷാംശം വരെ നീണ്ടുകിടക്കുന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഭൂമധ്യരേഖ കാലാവസ്ഥ പൊതുവായിട്ട് അനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയപ്പെടുന്നത്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതേസമയം മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിൽ മാത്രമല്ല, അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്ത് മാത്രമല്ല, പിന്നെ ഏത് മുതൽ ഏത് വരെയാണ്? 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലുമുണ്ട്. മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്നത്, പേന പിടിക്കുന്നില്ലേ? മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്നത്, ഞാനൊരു പുതിയത് ഉണ്ടാക്കിയെടുക്കട്ടെ, ഒരു മിനിറ്റ്. ഒരു പുതിയ വൈറ്റ് ബോർഡ് ആണെങ്കിൽ ചിലപ്പോൾ നടന്നു വരും. നമ്മളതിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്. മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ നമ്മൾ അവിടെ പഠിച്ചു. മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയന് ചുറ്റും, മെഡിറ്ററേനിയൻ കടലിടുക്കിന് ചുറ്റും അത് കൂടാതെ ഏത് ഡിഗ്രി മുതൽ ഏത് ഡിഗ്രി വരെ?
അത് കൂടാതെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയുമാണ്. 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയുള്ള ചില പ്രദേശങ്ങളിലും. ഇതാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്നറിയപ്പെടുന്നത്. ഭൂമധ്യരേഖ കാലാവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ അവിടെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഉഷ്ണമേഖല മരുഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല മരുഭൂമി എന്ന് നിങ്ങൾക്കറിയാം പടിഞ്ഞാറൻ ഭാഗത്താണ്, വൻകരകളുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് അതിൻ്റെ സ്ഥാനം. ഇവിടെ വൻകരകളുടെ പടിഞ്ഞാറൻ ഭാഗത്താണ്, പടിഞ്ഞാറൻ ഭാഗത്ത് എന്തുണ്ട്, മരുഭൂമികളാണ്. ഓരോന്നിൻ്റെയും സ്ഥാനം ഓർത്തിരിക്കുക. വൻകരയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് എന്താണ് ഉള്ളത്, വൻകരയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ളത് എന്താണ്, മറക്കണ്ട, മരുഭൂമികളാണ് അല്ലെ. പടിഞ്ഞാറോട്ട് പോകും തോറും നമുക്കറിയാം എന്തുണ്ടാവുന്നു, ഈ വാണിജ്യവാദങ്ങൾ കുറുകെ എന്ത് ചെയ്യുന്നു, വാണിജ്യവാദങ്ങൾ വൻകരകളുടെ കുറുകെ കടന്ന്, ആ വാണിജ്യവാദങ്ങൾ വൻകരകളുടെ കുറുകെ കടന്നിട്ട് എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഈർപ്പം പോകുന്നു, ആർദ്രത പോകുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ എന്താണ് ഉണ്ടാവുന്നത്, മരുഭൂമികളാണ് ഉണ്ടാവുന്നത്. ഇനി സാവന്ന കാലാവസ്ഥാ മേഖല. സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല പുൽമേടുകളാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് മിതോഷ്ണ മേഖല പുൽമേടുകളാണ്. സാവന്ന എന്ന് പറയുന്നത് അത് എന്താണ്, സാവന്ന എന്ന് പറയുന്നത്, സാവന്ന എന്ന് പറയുന്നത് ഉഷ്ണമേഖല പുൽമേടുകളാണ്. ഉഷ്ണമേഖല പുൽമേടുകൾ. ആ ഉഷ്ണമേഖല പുൽമേടുകൾ എന്ന് പറയുന്നത് 10 ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെയാണ്, 30 ഡിഗ്രി അക്ഷാംശം വരെയാണ് ഈ ഉഷ്ണമേഖല പുൽമേടുകളുള്ളത്. ഉഷ്ണമേഖല പുൽമേടുകളുള്ളത് ഇവിടെ നമുക്കറിയാം മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അതേസമയം ഭൂമധ്യരേഖാ കാലാവസ്ഥ, ആ ഭൂമധ്യരേഖാ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ വരുന്നത്, അത് തെക്കും വടക്കും, ഭൂമധ്യരേഖയുടെ തെക്ക് വടക്ക് പ്രദേശങ്ങളിലായി 10 ഡിഗ്രി അക്ഷാംശം വരെയാണ്. അപ്പോൾ അത് 10 ഡിഗ്രി അക്ഷാംശം വരെയാണ് അവിടെ ഈ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, മിതോഷ്ണ മേഖല പുന്മേടുകൾ കാണപ്പെടുന്നത് 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ്. 40 ഡിഗ്രി മുതൽ ഇവിടെ ഉഷ്ണമേഖല പുൽമാടുകൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി മുതൽ 75 ഡിഗ്രി വരെ. അപ്പോൾ ഇത് ഓർക്കണം, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റും 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളിലുമായിട്ട് അനുഭവപ്പെടുന്ന സമാന കാലാവസ്ഥാ മേഖലകളാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. വൻകരയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് മരുഭൂമികൾ. സാവന്ന എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലയിൽ 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലുള്ള പുൽമേടുകളാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് തെക്കും വടക്കുമായി 10 ഡിഗ്രി അക്ഷാംശം വരെയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ. ഉഷ്ണമേഖലാ പുൽമേടുകൾ 40 ഡിഗ്രി മുതൽ 75 ഡിഗ്രി വരെയാണ്. 40 ഡിഗ്രി മുതൽ 75 ഡിഗ്രിയാണ്. ഇനി ഇവിടുത്തെ ഓരോ ഭൂപ്രദേശത്തിലും ഓരോ കാലാവസ്ഥാ മേഖലകളുണ്ട്. ഓരോ ഭൂപ്രദേശത്തിലും ഓരോ കാലാവസ്ഥാ മേഖലകളുണ്ട് നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലകൾക്ക് വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളാണ്. ഈ 40 ഡിഗ്രി മുതൽ 75 ഡിഗ്രി വരെ പ്രദേശത്ത് കിടക്കുന്ന മിതോഷ്ണ മേഖല പുൽമേടുകൾക്ക് വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളാണ്. ഇത് PSC പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഏഷ്യയിൽ ഇത് അറിയപ്പെടുന്നത് സ്റ്റെപ്പി എന്നാണ്. ഏഷ്യയിൽ ഇതറിയപ്പെടുന്നത് മിതോഷ്ണ മേഖല പുൽമേടുകൾ അറിയപ്പെടുന്നത്, ഒരു മിനിറ്റ്, മിതോഷ്ണ മേഖല പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏഷ്യയിൽ സ്റ്റെപ്പി എന്നാണ്. ഏഷ്യയിൽ ഇത് മിതോഷ്ണ മേഖല പുൽമേടുകൾ. ആ മിതോഷ്ണ മേഖല പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏഷ്യയിൽ സ്റ്റെപ്പി എന്ന പേരിലാണ്. ഏഷ്യയിൽ അതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റെപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏഷ്യയിൽ സ്റ്റെപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആഫ്രിക്കയിൽ വെൽഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ അതെന്താണ് അറിയപ്പെടുന്നത്? വെൽഡ് എന്നാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ വെൽഡ്.
അതുപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്നത് ആഫ്രിക്കയിൽ വെൽഡ് ആണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഡൗൺസ് ആണ്. ഓസ്ട്രേലിയയിൽ ഡൗൺസ് ആണ്. ഓസ്ട്രേലിയ ഡൗൺസ് ആണ്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിൽ പ്രയറിയും തെക്കേ അമേരിക്കയിൽ പാമ്പാസുമാണ്. വടക്കേ അമേരിക്കയിൽ പ്രയറിയും തെക്കേ അമേരിക്കയിൽ പാമ്പാസുമാണ്. ഓക്കെ. അപ്പോൾ മിതോഷ്ണ മേഖലാ പുൽമേടുകൾ ഏഷ്യയിൽ അതിനെന്താ പറയുന്ന പേര് സ്റ്റെപ്പി. എന്താ പേര്? ഏഷ്യയിൽ ഒരു സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ഏഷ്യയിൽ നിങ്ങളൊരു കാല് വെച്ച് സ്റ്റെപ്പ് എടുത്തു, നിങ്ങൾ വലിയ ജയന്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. നിങ്ങൾ വൻകരകളൊക്കെ കാലുകൾ ഇങ്ങനെ വെച്ച് പോവുകയാണ്. ഏഷ്യയിൽ ഒരു സ്റ്റെപ്പ് വെച്ചു. എന്നിട്ട് നിങ്ങൾ ആഫ്രിക്കയിൽ പോയി അത് വെൽഡ് ചെയ്തു. ഏഷ്യയിലൊരു കാല് വെച്ചു. കാല് വെച്ച് നിങ്ങളുടെ കൈ ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. ഏഷ്യയിലൊരു കാല് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ ആഫ്രിക്കയിൽ വെൽഡ് ചെയ്യണം. ഇതൊരു പുൽമേടിലാണ് നിങ്ങൾ വെൽഡ് ചെയ്യുന്നത്. ആ വെൽഡ് ചെയ്ത സാധനം നിങ്ങൾ അതെടുത്തിട്ട് പിന്നെ ഓസ്ട്രേലിയയിൽ പോയി ഡൗൺ ചെയ്തു. അപ്പോൾ അവിടെ വടക്കേ അമേരിക്കക്കാർ നിങ്ങൾ ഉണ്ടാക്കിയ ആ വെൽഡ് ചെയ്ത കൂട്ടിലാണ് ഇപ്പോൾ പ്രേയർ നടത്തുന്നത്. തെക്കേ അമേരിക്കക്കാർ അപ്പോൾ എന്തു ചെയ്തു? തെക്കേ അമേരിക്കക്കാരുടെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, തെക്കേ അമേരിക്കയിൽ നമ്മുടെ കയ്യിൽ പമ്പ എന്നുള്ളൊരു നദിയൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ. നിങ്ങൾ ഓർക്കുക, തെക്കേ അമേരിക്കയിലെ പമ്പയുടെ തീരത്താണ്, അവിടെ ഒരു പമ്പ ഉണ്ട് എന്ന് വിചാരിക്കുക, അവിടെ പമ്പ ഇല്ല കേട്ടോ. തെക്കേ അമേരിക്കയിലെ പമ്പയുടെ തീരത്ത് വടക്കേ അമേരിക്കക്കാർ പ്രേയർ ചെയ്യുന്നത് നിങ്ങൾ ആഫ്രിക്കയിൽ വെൽഡ് ചെയ്ത് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി ഇറക്കിയ ആ ഒരു വലിയ കൂടിലാണ് എന്നോർക്കുക. നിങ്ങൾ ഏഷ്യയിൽ സ്റ്റെപ്പ് വെച്ചുകൊണ്ടാണ് അത് നടത്താൻ പോകുന്നത്. വരുന്ന നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാണ് അല്ലേ. അപ്പോൾ ഏഷ്യയിൽ സ്റ്റെപ്പ് വെച്ച് ആഫ്രിക്കയിൽ കൊണ്ടുപോയി, അപ്പോൾ ആഫ്രിക്കയിൽ കൊണ്ടുപോയിട്ട് വെൽഡ് ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഓർക്കുക? ആഫ്രിക്കയിലാണല്ലോ ധാരാളം ധാതുക്കളൊക്കെ ഉള്ളത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയിട്ട് ഡൗൺ ചെയ്തത്? ഓസ്ട്രേലിയ പൊതുവെ തണുപ്പ് രാജ്യം കൂടിയാണല്ലോ. അതുകൊണ്ട് ഈ വെൽഡ് ചെയ്ത സാധനം ഒന്ന് തണുക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി. വടക്കേ അമേരിക്കയിൽ ഒരുപാട് വിശ്വാസങ്ങളുള്ള നാടാണ് അല്ലേ. അതുകൊണ്ട് അവർ പ്രയർ നടത്തുന്നു. അതുകൊണ്ട് തെക്കേ അമേരിക്കക്കാരും മോശമല്ല, അവർക്കൊരു പമ്പ, അവിടെ ധാരാളം നദികളുണ്ട്, അവിടെ പമ്പ എന്നുള്ള നദിയുടെ തീരത്താണ് ഇത് ചെയ്യുന്നത്. ഇത് മിതോഷ്ണ മേഖല പുൽമേടുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. എന്നാൽ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചു? ഉഷ്ണമേഖലാ പുൽമേടുകളും ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഉഷ്ണമേഖലാ പുൽമേടുകൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്ന വ്യത്യസ്ത പേരുകൾ എന്തെല്ലാമാണ്? ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്ന വ്യത്യസ്ത പേരുകൾ എന്നറിയപ്പെടുന്നത്, ഉഷ്ണമേഖലാ പുൽമേടുകൾ നമുക്കറിയാം ആഫ്രിക്കയിലാണ് അത് സാവന്ന എന്നറിയപ്പെടുന്നത്. ബ്രസീലിൽ അത് കോമ്പസ് ആണ് അല്ലേ. അത് കഴിഞ്ഞ ആഫ്രിക്ക, ബ്രസീല്, വിയന്നയല്ല, എന്തായിരുന്നു അതിൻ്റെ പേര്? വിയന്ന എന്നാണ് ഞാൻ പറയുന്നത്. വെനിസ്വേലയിൽ ലെനോസ് ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ഈ വ്യത്യസ്ത പേരുകൾ നിങ്ങൾ ഓർക്കണം. ഇത് PSC പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നോക്കാം അവിടെ വരുന്ന മറ്റു പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമാണ്. അപ്പോൾ മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ പേരുകളിലാണ് കാണപ്പെടുന്നത്. ആ പേരുകളാണ് ഇപ്പം നമ്മൾ പഠിച്ചത് അല്ലേ. അവിടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സവിശേഷമാണ്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥാ പ്രത്യേകത. ഓർക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. എവിടെയാണ് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്? അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ച് പോകണം. അല്ലാതെ ഒരൊറ്റയടിക്ക് എല്ലാം പഠിച്ച് ഇതാപ്പണ്ട് കഴിയുക എന്നുള്ളതല്ല. ഇവിടെ മിതോഷ്ണ മേഖലയിൽ
മിതോഷ്ണ മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മിതോഷ്ണ മേഖലയിൽ എങ്ങനെയാണ് ഹ്രസ്വമായ വേനൽക്കാലം, മിതോഷ്ണ മേഖലയിൽ അനുഭവപ്പെടുന്നത് ഹ്രസ്വമായ വേനൽക്കാലമാണ്, ദീർഘമായ ശൈത്യകാലവുമാണ് എവിടുത്തെ പ്രത്യേകത? ഹ്രസ്വമായ വേനൽക്കാലം. മിതോഷ്ണ മേഖല പുൽമേടുകളിൽ ഹ്രസ്വമായ വേനൽക്കാലമാണ്, ദീർഘമായ ശൈത്യകാലവുമാണ്. എന്നാൽ ഇത് മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ നമുക്കറിയാം അത് ദീർഘമായ ആർദ്ര വേനൽക്കാലവും അതേപോലെ തന്നെ നമുക്കറിയാം വരണ്ട ശൈത്യകാലവുമാണ്. വരണ്ട ശൈത്യകാലവുമാണ്, ഹ്രസ്വമായ വരണ്ട ശൈത്യകാലവുമാണ്. എന്നാൽ മിതോഷ്ണ മേഖലയിലോ ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ്. ഇനി നമ്മൾ നേരത്തെ മറ്റൊന്ന് ഓർക്കേണ്ടത് മെഡിറ്ററേനിയൻ പ്രദേശത്ത് നമുക്ക് നോക്കണം. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നുണ്ട്. അവിടെ ആർദ്രമായ ശൈത്യകാലമാണ്. അത് പശ്ചിമവാദങ്ങളാണ് അവിടെ മഴ പെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആർദ്രമായ ശൈത്യകാലമാണ്, അവിടെ ശൈത്യകാല കൃഷിയുണ്ട്, പശ്ചിമവാദങ്ങൾ അവിടെ മഴ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വരണ്ട വേനൽക്കാലവുമാണ്. ഇത് അതുമായി കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അതായത് മിതോഷ്ണ മേഖലാ പുൽമേടുകളിൽ ഹ്രസ്വമായ വേനൽക്കാലമാണ്, ദീർഘമായ ശൈത്യകാലമാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദീർഘമായ ആർദ്ര വേനൽക്കാലവും വരണ്ട ശൈത്യകാലവുമാണ്. മെഡിറ്ററേനിയനിൽ മൺസൂൺ കാലത്തിൽ നിന്ന് തിരിച്ച് ആർദ്രമായ ശൈത്യകാലവും വരണ്ട വേനൽക്കാലവുമാണ്. ഓർക്കുക. അതുകൊണ്ട് ഇവിടെ ശൈത്യകാല കൃഷിയുണ്ട്, ശൈത്യകാലത്ത് മഴ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലായല്ലോ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വളരെ സിമ്പിളായിട്ട് കയറും. ഇതൊക്കെ 4-5 പ്രാവശ്യം ഒന്ന് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ഇവിടുത്തെ നോക്കാം. ഇവിടെ ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. നമ്മുടെ ഉഷ്ണമേഖല പുൽമേടുകളെ പോലെ തന്നെ മിതോഷ്ണ മേഖല പുൽമേടുകളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉൾപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉൾപ്രദേശങ്ങളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ആ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ആ താപനില അങ്ങനെ അനുഭവപ്പെടുമ്പോൾ തന്നെ 2 ഡിഗ്രി മുതൽ 13 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ഇവിടുത്തെ ശൈത്യകാലത്തെ താപനില. ഇതിന് മുന്നേ പറഞ്ഞ താപനിലയുമായി കണക്ട് ചെയ്യണം നിങ്ങൾ. ഏതെല്ലാം താപനിലകളാണ്? അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഏതിൻ്റെ പ്രത്യേകത? ഇവിടെ ഈ എന്താ പറയുക, ഉഷ്ണമേഖല പുൽമേടുകളുടെ പ്രത്യേകത അവിടെ എന്താണ്? വേനൽക്കാലത്ത് എന്തുണ്ട്? ഉയർന്ന താപനിലയാണ്. വേനൽക്കാലം ഉയർന്ന താപനിലയാണ്. വേനൽക്കാലത്ത് ഉയർന്ന താപനിലയാണെന്ന് മാത്രമല്ല, വേനൽക്കാലത്ത് ശൈത്യകാലത്ത് അവിടുത്തെ താപനില എത്രയാണ്? തണുപ്പാണല്ലേ. ശൈത്യകാലത്ത് അവിടുത്തെ താപനില എത്രയാണ്? ശൈത്യകാലത്ത് 2 ഡിഗ്രി മുതൽ 13 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ശൈത്യകാലത്തെ താപനില. 2 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 13 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് ശൈത്യകാലത്തെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ ശൈത്യകാലത്തെ താപനില നിങ്ങൾക്ക് എത്രയാണെന്ന് കിട്ടി. എന്നാൽ നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇവിടുത്തെ താപനില എത്രയാണ്? എവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ പ്രദേശത്തെ താപനില എത്രയാണ്? അവിടെ നമ്മൾ വേനൽക്കാലത്തെ താപനില നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അവിടെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് അവിടെ വേനൽക്കാലത്തെ താപനില നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ വേനൽക്കാലത്തെ താപനില എത്രയാണ്? 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ്. 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. എന്നാൽ
അവിടെ തന്നെ ശൈത്യകാലം, ആ ശൈത്യകാലത്തെ താപനില എന്ന് പറയുന്നത്, അവിടെ തന്നെ ശൈത്യകാലത്തെ താപനില എന്ന് പറയുന്നത് എത്രയാണ്? ശൈത്യകാലത്തെ താപനില എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് ശൈത്യകാലത്തെ താപനില അവിടെ എത്രയാണ് എന്നുള്ളത്? 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. 10 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇവിടെ ശൈത്യകാലത്ത് 2 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 13 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇവിടെ ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ 10 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് എന്നോർക്കുക. ഇനി നമുക്കറിയാം ഉഷ്ണ മരുഭൂമികളിൽ, അല്ലെ, മരുഭൂമികളിൽ നല്ല ആവറേജ് ശരാശരി വാർഷിക താപനില എന്ന് പറയുന്നത് മരുഭൂമികളിൽ എത്രയാണ്? മരുഭൂമിയിൽ വരുമ്പോൾ അവിടുത്തെ ആവറേജ് താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. മരുഭൂമിയിലെ ആവറേജ് താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം അവിടെ ഉഷ്ണമേഖലാ പുൽമേടുകളിൽ അത് 21 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഉഷ്ണമേഖല മരുഭൂമി വരുമ്പോൾ 21 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അപ്പോൾ ഉഷ്ണമേഖല മരുഭൂമിയിൽ 21 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉഷ്ണമേഖല പുൽമേടുകളിലാണ് കേട്ടോ, പുൽമേടുകൾ. മരുഭൂമിയിൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശത്ത് 10 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. വേനൽക്കാലത്ത് 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. എന്നാൽ വേനൽക്കാലത്ത് ഇവിടെ ഉയർന്ന താപനിലയാണ്. എവിടെ? മിതോഷ്ണ മേഖല പുൽമേടുകളിൽ ശൈത്യകാലത്ത് 2 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 13 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുമാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ വേനൽക്കാലത്ത് ഉയർന്ന താപനിലയാണ്. ശൈത്യകാലത്ത് 2 ഡിഗ്രി മുതൽ 13 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇത് നമ്മൾ മിതോഷ്ണ മേഖല പുൽമേടുകളെ കുറിച്ചാണ് പറയുന്നത്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് അത് വേനൽക്കാലത്ത് 20 ഡിഗ്രി മുതൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ശൈത്യകാലത്ത് 10-16 ആണ്. മരുഭൂമിയിൽ അത് 30 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഉഷ്ണമേഖലാ പുൽമേടുകളിൽ അത് എത്രയാണ്? 21 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. അപ്പോൾ ഇതിനൊന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും തുടക്കത്തിന് തുടങ്ങുക, അതായത് ഈ മറ്റേ ഉഷ്ണമേഖലാ പുൽമേടുകൾ ഇപ്പോൾ നോക്കൂ, 2 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 13 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ളത് മിതോഷ്ണ മേഖല പുൽമേടുകളിലാണ്. ഓക്കെ. പിന്നെ മറ്റൊന്ന് 10 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ എവിടെയാണ്? ശൈത്യകാലത്ത് എവിടെയാണ്? മെഡിറ്ററേനിയൻ പുൽമേടുകളിലാണ്. അതും മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് അവിടെ വേനൽക്കാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശത്ത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഉഷ്ണമേഖലാ പുൽമേടുകളിൽ 21 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് ഉഷ്ണമേഖലാ പുൽമേടിലെ കാലാവസ്ഥ അതാണ്. ഇനി നമുക്കറിയാം മരുഭൂമിയിൽ 30 ഡിഗ്രിയാണ് മരുഭൂമി. ഇപ്പം മരുഭൂമിയിൽ 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അത് കഴിഞ്ഞാൽ 21 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉഷ്ണമേഖലാ പുൽമേടുകളിലാണ്. ഇനി 20 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 25 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും 10 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 16 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയും മെഡിറ്ററേനിയൻ പ്രദേശത്തുണ്ട്. അത് ശൈത്യകാലത്തും വേനൽക്കാലത്തും. മിതോഷ്ണ മേഖലയിൽ 2 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 13 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ് ശൈത്യകാലത്ത്. അപ്പം മിതോഷ്ണ മേഖല പുൽമേടുകളിൽ നിന്ന് തുടങ്ങുക. അവിടുത്തെ ശൈത്യകാലമാണ് 2-13 ഇതുവരെ പഠിച്ചതിൽ, 2 മുതൽ 13 വരെ. ഇനി അതിനിടയിൽ ഒരു 10 മുതൽ 16 വരെ വരുന്നുണ്ട്. ആ 10 മുതൽ 16 വരെ ശൈത്യ മേഖലയിൽ മെഡിറ്ററേനിയൻ പ്രദേശത്താണ്. ശൈത്യകാലത്ത് അത് 20-25 ആണ്. അത് കഴിഞ്ഞാൽ ഉഷ്ണമേഖല പുൽമേടുകളാണ്, അവിടെ 21-32. മരുഭൂമിയിൽ ശരാശരി എത്രയാണ്? 30 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഇതുപോലെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ഭാഗമാണ് അവിടുത്തെ വാർഷിക വർഷാനുപാതം. വർഷാനുപാതം അല്ല, വർഷപാതം.
25 സെന്റിമീറ്ററിനും 60 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലിൽ സസ്യജാലങ്ങളിലും പ്രകടമാണ്. മഴ കുറവായതിനാൽ മരങ്ങളും കുറവാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പം ഇവിടെ 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. മിതോഷ്ണ മേഖലാ പുൽമേടുകൾ സ്വാഭാവിക പുൽമേടുകളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗങ്ങളുണ്ട്. ഇന്ന് പുൽമേടുകൾ വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യാവസായികാടിസ്ഥാനത്തിൽ യന്ത്രവൽകൃത രീതിയിലുള്ള ധാന്യകൃഷിയും മൃഗപരിപാലനവും ഈ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട വളരെ പ്രധാനമാണ് വ്യാവസായികാടിസ്ഥാനത്തിലുള്ള യന്ത്രവൽകൃത കൃഷി രീതി. ആ ധാന്യകൃഷി രീതിയും മൃഗപരിപാലനവും ഏത് മേഖലയിലാണ്? മിതോഷ്ണ മേഖല പുൽമേടുകളിലാണ്. കാലാവസ്ഥാ സവിശേഷതകൾക്കനുസരിച്ചാണ് ഓരോ മേഖലയിലെയും സസ്യജാലങ്ങളും ജനജീവിതവും രൂപപ്പെടുന്നത്. എങ്കിലും കാലത്തിനനുസരിച്ച് കൈവരിക്കുന്ന സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി മനുഷ്യർ പല മേഖലകളിലും സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നു. സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളിലായിരുന്ന മിതോഷ്ണ പുൽമേടുകൾ വ്യാവസായികാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷിയും മൃഗപരിപാലനവും നടത്തുന്ന ഇനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജനസംഖ്യയുടെയും മനുഷ്യന്റെ ആവശ്യങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് സാധ്യമായ പ്രദേശങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ എവിടെ പോയി? ഇനി കാലാവസ്ഥാപരമായി ഏറെ ദുഷ്കരമായ ശൈത്യ മേഖലകളുടെ ഭൂമിശാസ്ത്ര മേഖലകളാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി പ്രയറി എവിടെ കിടക്കുന്നത്? വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ ഒരു മിതോഷ്ണ പുൽമേടായ പ്രയറി പുൽമേടുകളെയാണ് ലോകത്തിലെ ധാന്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ വിശാല പുൽമേടുകൾ, വടക്കേ അമേരിക്കയിലും കാനഡയിലുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഈ വിശാല പുൽമേടിൽ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിൽ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ ധാന്യകൃഷി ചെയ്തു വരുന്നു. ഗോതമ്പാണ് പ്രധാന വിള. മിതമായ താപനിലയും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാകുന്നു. വൻതോതിലുള്ള ഗോതമ്പ് ഉത്പാദനമാണ് പ്രയറി പുൽമേടുകളെ എന്താക്കുന്നത്? ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന വിശേഷണത്തിന് അർഹമാക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന് പറയുന്നത് ഏതാണ്? പ്രയറി പുൽമേടുകളാണ്. ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രയറി പുൽമേടുകളാണ്. അപ്പം ഇനി നമുക്ക് ഈ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചുള്ള ഇന്ന് പഠിച്ച നമ്മുടെ കാര്യങ്ങൾ കൂടി പഠിച്ചുകൊണ്ടൊന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ സാവന്ന കാലാവസ്ഥാ മേഖല അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. സാവന്ന കാലാവസ്ഥാ മേഖലയല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിതോഷ്ണ പുൽമേടുകളാണ്. സമുദ്ര സ്വാധീനം കുറവായതിനാൽ മിതോഷ്ണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിൽ, സാവന്ന മേഖലകളെ കുറിച്ച് പഠിച്ചല്ലോ, ആ മിതോഷ്ണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലും വൃക്ഷരഹിതമായ പുൽമേടുകൾ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളെ മിതോഷ്ണ പുൽമേടുകൾ എന്ന് വിളിക്കുന്നു. ഇരു അർദ്ധഗോളങ്ങളിലുമായി 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധ പ്രദേശങ്ങളിൽ പേരുണ്ട്. ഏഷ്യയിൽ സ്റ്റെപ്പി എന്നാണ്, ആഫ്രിക്കയിൽ വെൽഡ് എന്നാണ്, ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്നാണ്, വടക്കേ അമേരിക്കയിൽ പ്രയറി എന്നാണ്, തെക്കേ അമേരിക്കയിൽ പാമ്പാസാണ്. ഹ്രസ്വമായ വേനലും ദീർഘമായ ശൈത്യവും ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ശൈത്യകാല താപനില 2 ഡിഗ്രി മുതൽ 13 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ, മറ്റത് 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. സസ്യജാലങ്ങൾ, മഴ കുറവായതിനാൽ മരങ്ങളും കുറവാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കൂടുതലായും കണ്ടുവരുന്നത്. മിതോഷ്ണ മേഖല പുൽമേടുകൾ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗങ്ങളുണ്ട്. ഇന്ന് പുൽമേടുകൾ വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ യന്ത്രവൽകൃത രീതിയിലുള്ള ധാന്യകൃഷിയും മൃഗപരിപാലനവും ഈ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രയറിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. പ്രയറി നിങ്ങൾ നന്നായിട്ട് ഓർക്കണം. ആ പ്രയറിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? പ്രയറി എന്തെന്ന് പറയുന്നു? ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്നുണ്ട്. അത് വടക്കേ അമേരിക്കയിലും കാനഡയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അമേരിക്കയിലും കാനഡയിലുമാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ വിശാല മേഖല ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിലാണ്. 2 ദശലക്ഷം ഏക്കർ ഭൂമിയിലാണ്. അവിടെ വാണിജ്യ കൃഷിയാണ് ചെയ്തു വരുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ ധാന്യകൃഷി ചെയ്തു വരുന്നു. വാണിജ്യ കൃഷിയല്ല. ഗോതമ്പാണ് പ്രധാന വിള. മിതമായ താപനില, മഴ ലഭ്യത, ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കിയിട്ടുണ്ട്. പ്രയറി ഗോതമ്പ് കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളുണ്ട്.
ആ പെയ്ഡ് ക്ലാസ്സുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. 1000 രൂപയാണ് ഒരു വർഷത്തേക്ക് 10th ലെവൽ എക്സാമുകൾക്ക് മുഴുവൻ. അതൊന്ന് വായിച്ചു നോക്കി താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ചേരാം. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിരന്തരമായിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രസിദ്ധീകരിക്കും. അവിടെ എക്സാമുകൾ ഉണ്ടായിരിക്കും ഈ ക്ലാസ്സുകൾ കൂടാതെ. അതൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആപ്പിൻ്റെ ലിങ്കും ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.